ഹായ്, ഇന്ന് നമുക്ക് സ്ട്രെപ്റ്റോകോക്കയുടെ ലാബ് ഡയഗ്നോസിസ് നോക്കാം. സ്ട്രെപ്റ്റോകോക്കസ് പയോജീൻസിന്റെ ലബോറട്ടറി ഡയഗ്നോസിസ് ആണ് നോക്കുന്നത്. ഓക്കെ, നമ്മൾ ലാബ് ഡയഗ്നോസിസിൽ ഫസ്റ്റ് നമ്മൾ പറയുന്ന സമയത്ത് ഹെമറ്റോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ആണ് ഇതിൽ പറയുന്നത്. ഹെമറ്റോളജി ഇതൊരു ബാക്ടീരിയൽ സ്ട്രെപ്റ്റോകോക്ക ഒരു ബാക്ടീരിയ ആയതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ്റെ കേസിലും നമ്മൾ ആദ്യം നമ്മുടെ ഹെമറ്റോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ടോട്ടൽ കൗണ്ട് നോക്കുന്ന സമയത്ത് അതിൻ്റെ അത് എന്ത് കാണാൻ പറ്റും? ടോട്ടൽ കൗണ്ട് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. ദെൻ നമ്മൾ DC അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ലൂക്കോസൈറ്റ് കൗണ്ട് നോക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ PMN സെൽസ് അല്ലെങ്കിൽ ന്യൂട്രോഫിൽസിന്റെ എമൗണ്ട് കൂടുതലായിരിക്കും, എക്സെപ്റ്റ് ഇൻ കേസ് ഓഫ് മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസിന്റെ കേസിൽ ലിംഫോസൈറ്റിന്റെ എമൗണ്ട് ആയിരിക്കും കൂടുതലുണ്ടാവുക. ഓക്കെ, ഇവിടെ നമ്മൾ ന്യൂട്രോഫിൽസിന്റെ എമൗണ്ട് നമ്മൾ DC നോക്കുന്ന സമയത്ത് ന്യൂട്രോഫിലിന്റെ എമൗണ്ട് വളരെ കൂടുതലായിരിക്കും. ദാറ്റ് അബൌട്ട് 80% ഓഫ് ന്യൂട്രോഫിൽസ് ആയിരിക്കും. ദെൻ നോർമലി എന്തും കൂടി ഉണ്ടാവും, ഒരു ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഫെക്ഷൻ ആണെങ്കിൽ പോലും നമ്മുടെ ബോഡിന്റെ അകത്തുള്ള എന്തിന്റെ ഇത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും, ESR ലെവൽ നല്ല രീതിയിൽ റേസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഹെമറ്റോളജിക്കൽ ഇൻവെസ്റ്റിഗേഷനിനകത്ത് വരുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ദ ബാക്ടീരിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ. ബാക്ടീരിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് നമ്മൾ സാമ്പിൾസ് കളക്ട് ചെയ്യും. ദ സ്പെസിമെൻസ് മേ ബി ത്രോട്ട് സ്വാബ് ആയിരിക്കാം, അല്ലെങ്കിൽ നാസോഫാരിഞ്ചൽ സ്വാബ്സ് ആയിരിക്കാം, പസ് സ്വാബ് ആയിരിക്കാം, സ്പൂട്ടം ആയിരിക്കാം, CSF ആയിരിക്കാം, ഈവൻ ബ്ലഡ് സാമ്പിൾ വരെ ആയിരിക്കാം. ഓക്കെ, ഇത് നമ്മൾ സാമ്പിൾ എടുത്തതിന് ശേഷം കളക്ഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ആണ്. സാമ്പിൾ നമ്മൾ എന്തിലേക്ക് കളക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി നമ്മളിപ്പം നാസോഫാരിഞ്ചൽ സ്വാബ്, പസ് സ്വാബ്സും സ്പൂട്ടം CSF ഒക്കെ ആണെങ്കിൽ നമ്മൾ സ്റ്റെറൈൽ കണ്ടെയ്നേഴ്സ് കിട്ടും. ഓക്കെ, ഇപ്പൊ സ്വാബ് ഒക്കെ എടുക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ സ്വാബ് ഓൾറെഡി വരുന്ന എന്തായിരിക്കും? സ്റ്റെറൈൽ കണ്ടെയ്നറിലായിട്ട് വരുന്ന സ്വാബ് തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ സ്റ്റെറൈൽ കണ്ടെയ്നറിലുള്ള സ്വാബ്സ് ആയിട്ട് സെൻഡ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ മെറ്റീരിയൽസ് അപ്പം CSF ഫ്ലൂയിഡ് ബ്ലഡ് ഒക്കെ ആണെങ്കിൽ നമ്മൾ സ്റ്റെറൈൽ കണ്ടെയ്നറിനകത്തേക്ക് എടുത്ത് വെക്കാം. ഓക്കെ, ബ്ലഡ് ആണെങ്കിൽ നമ്മൾ ബ്ലഡ് ഡയലൂട്ട് ചെയ്ത് വെക്കണം. 1:10, 1:15 ഡയലൂഷൻ്റെ അകത്ത് നമ്മൾ എടുത്ത് വെക്കണം. അത് നമ്മൾ വേറെ ലാബ് ഡയഗ്നോസിസ് എടുക്കുമ്പോൾ പറയുന്നുണ്ട്. ഇതിന്റെ കേസിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മൾ സ്റ്റെറൈൽ കണ്ടെയ്നറിലേക്ക് നമ്മൾ സാമ്പിൾ എടുത്ത് വെക്കണം. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു സാമ്പിൾ പ്രോസസ്സ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലത്. ഇനി അഥവാ എന്തെങ്കിലും ഡിലേ ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ സാമ്പിൾ എടുത്തു, ദെൻ സാമ്പിൾ എടുത്തിട്ട് നമ്മൾ ലാബിലോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് എന്തെങ്കിലും ഡിലേ ഉണ്ടെങ്കിൽ നമുക്ക് ട്രാൻസ്പോർട്ട് മീഡിയാസ് യൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ യൂസ് ചെയ്ത ട്രാൻസ്പോർട്ട് മീഡിയാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിക്സ് ട്രാൻസ്പോർട്ട് മീഡിയ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇപ്പൊ സാമ്പിൾ ഇപ്പൊ നമ്മുടെ കയ്യിലെത്തി, നമ്മുടെ ലാബിലെത്തി. നമ്മൾ എന്ത് ചെയ്യുന്നു? ലാബിൽ നിന്ന് ഫസ്റ്റ് ഒരു പ്രിസംപ്റ്റീവ് ഡയഗ്നോസിസ് എന്നുള്ള രീതിയിൽ നമ്മൾ ഫസ്റ്റ് സാമ്പിൾ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? ഗ്രാം സ്റ്റെയിൻ ആണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മൾ സ്ട്രെപ്റ്റോകോക്ക എന്നുള്ള ആസ്പെക്ട്സിലാണ് എടുക്കുന്നത്, സ്വാബ് എന്നുള്ള രീതിയിൽ എടുക്കുന്നില്ല. സ്വാബ് നമ്മൾ സ്കിൻ ആൻഡ് സോഫ്റ്റ് ടിഷ്യൂ ഇൻഫെക്ഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ഡയഗ്നോസ്റ്റിക് മൈക്രോബയോളജിയിൽ പഠിക്കും. ഇവിടെ നമ്മൾ സ്ട്രെപ്റ്റോകോക്കസ് എന്നുള്ള രീതിയിലാണ് നോക്കുന്നത്. നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? ഗ്രാം സ്റ്റെയിൻ ചെയ്ത് നോക്കുന്ന സമയത്ത് ഗ്രാം സ്റ്റെയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കാണാം? ഗ്രാം പോസിറ്റീവ് കോക്കെ അറേഞ്ച്ഡ് ഇൻ ലോങ് ചെയിൻ എന്നുള്ള രീതിയിൽ കാണാൻ പറ്റും. ഓക്കെ, അതിനുശേഷം നമ്മൾ കൾച്ചർ ചെയ്യുന്നു. കൾച്ചർ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ ബ്ലഡ് അഗാർ എടുക്കാം, അല്ലെങ്കിൽ ബ്ലഡ് അഗാറിന്റെ മോഡിഫിക്കേഷൻ സൈറ്റിൽ CVBA എടുക്കാം, ദാറ്റ് ഈസ് ക്രിസ്റ്റൽ വയലറ്റ് ബ്ലഡ് അഗാർ മീഡിയ എടുക്കാം. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ആഫ്റ്റർ ഓവർനൈറ്റ് ഇൻക്യുബേഷൻ അല്ലെങ്കിൽ അറ്റ് 37°C നമ്മൾ കോളനി നോക്കുന്ന സമയത്ത് സ്മോൾ പിൻ പോയിന്റ് കോളനി ആയിരിക്കും, ലൈക്ക് സ്റ്റാഫ് പോലെ കാണപ്പെടാം. സ്മോൾ പിൻ പോയിന്റ് ആയിരിക്കാം. റേസ്ഡ് കോളനീസ് ഹാവിംഗ് ഷോ ബീറ്റ ഹ്യൂമലറ്റിക് കോളനീസ് ആയിരിക്കും. ചിലത് എന്തായിരിക്കും? ക്യാപ്സുലേറ്റഡ് സ്ട്രെയിൻ ആണെങ്കിൽ അതിന് ഒരു മ്യൂക്കോഡ് നേച്ചറും കാണാൻ പറ്റും. ഓക്കെ, ദെൻ ഈ ഒരു സ്ട്രെപ്റ്റോകോക്കേന, ഈ ഒരു ബീറ്റ ഹ്യൂമലറ്റിക് ആയിട്ട് വരുന്ന ഈ ഒരു സ്ട്രെപ്റ്റോകോക്കേന നമ്മൾ എന്തെടുക്കുന്നു? വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫർദർ ആയിട്ട് നമുക്ക് ലാൻഡ്സ്ഫീൽഡ് ടെക്നിക്ക് വഴി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഗ്രൂപ്പിംഗ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് ഇതിന്റെ ഒരു റാപ്പിഡ്, ഇപ്പം ഗ്രൂപ്പ് A സ്ട്രെപ്റ്റോകോക്ക ആണെന്ന് നമുക്ക് ഒരു റാപ്പിഡ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബൈ യൂസിങ് ബാസിട്രാസിൻ സെൻസിറ്റിവിറ്റി ടെസ്റ്റ് ആണ്. ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ശരിക്കും തിയററ്റിക്കൽ പറയുന്നത് ബാസിട്രാസിൻ ഡിസ്ക് നേരെ ഇട്ട് വെക്കാനാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ലാബിലൊക്കെ എങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം സ്ട്രീക്ക് ചെയ്യുമല്ലോ, ബ്ലഡ് അഗാറിനകത്ത് സ്ട്രീക്ക് ചെയ്യുന്ന സമയത്ത് ആ പ്രൈമറി ഇനോക്കുലത്തിന്റെ മുകളിൽ നമ്മൾ ആ ബാസിട്രാസിൻ ഡിസ്ക് അങ്ങ് ഇട്ട് വെക്കും. എന്നിട്ട് അതിന്റെ സെൻസിറ്റിവിറ്റി നമ്മൾ നെക്സ്റ്റ് ഡേ വന്നിട്ട് മെഷർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതേ സമയത്ത് ഈ സ്വാബിന്റെ അകത്തുനിന്ന് പിന്നെ പസിന്റെ അകത്തുനിന്നൊക്കെ ഒരു സ്പെസിമെന്റെ റാപ്പിഡ് ഡയഗ്നോസിസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? ഈ ഒരു സ്വാബ്സിനെ നമ്മൾ ആദ്യം തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രോത്ത് മീഡിയത്തിന്റെ അകത്തേക്ക് ഇട്ട് വെക്കാം. അതായത് 2 to 3 hours അകത്തേക്ക് നമ്മൾ ബ്രോത്ത് മീഡിയത്തിലേക്ക് ഇട്ട് വെക്കാം. ഓക്കെ, ദെൻ എന്ത് ചെയ്യുക? അതിനുശേഷം ആ ബ്രോത്ത് മീഡിയത്തിൽ നിന്ന് നമ്മൾ സാമ്പിൾ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? സ്റ്റെയിൻ ചെയ്യുക. ഏത് സ്റ്റെയിനാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ഫ്ലോറസൻ ലേബിൾഡ് സ്റ്റെയിൻ ആയിരിക്കും, ദാറ്റ് ഈസ് ഫ്ലോറസിൻ ലേബിൾഡ് ഗ്രൂപ്പ് A ആന്റിസെറം വെച്ചിട്ട് ട്രീറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഫ്ലോറസൻ മൈക്രോസ്കോപ്പ് കൂടി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് റാപ്പിഡ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്രൂപ്പ് A സ്ട്രെപ്റ്റോകോക്കയുടെ കിട്ടും. ഓക്കെ, അത് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് സ്വാബ്സ് എന്നും പിന്നെ അതുപോലെ തന്നെ പസ് സാമ്പിൾസ് എന്നൊക്കെയാണ് നമ്മൾ അത് ചെയ്യുന്നത്. നമ്മൾ ബയോകെമിക്കൽ നോക്കുന്ന സമയത്ത് നമുക്ക് കാറ്റലൈസ് നെഗറ്റീവ് ആയിരിക്കും, ഓക്സിഡൈസ് നെഗറ്റീവ് ആയിരിക്കും. ദെൻ ഫെർമെന്റ് നമ്പർ ഓഫ് ഷുഗേഴ്സ് ഉണ്ടാവും വിത്ത് പ്രൊഡക്ഷൻ ഓഫ് ആസിഡ് ഓൺലി ബട്ട് നോ ഗ്യാസ് ആയിരിക്കും.
പിന്നെ നമ്മൾ PYR ടെസ്റ്റ് എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും. ഈ PYR ടെസ്റ്റിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് നമുക്ക് 3 മാർക്കിന് അല്ലെങ്കിൽ 5 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അവസാനം നമ്മൾ അങ്ങനെ ഇതിൻ്റെ അകത്ത് കുറച്ച് ടെസ്റ്റുകൾ വേറെ വരുന്നുണ്ട്. ബാസിഡ് ആസിഡ് സെൻസിറ്റിവിറ്റി ടെസ്റ്റ്, PYR ടെസ്റ്റ്, ബയൽ സോളിബിലിറ്റി ടെസ്റ്റ്, ബയൽ എസ്ക്യൂലിൻ ടെസ്റ്റ്, അങ്ങനെ കുറച്ച് ടെസ്റ്റുകൾ വരുന്നുണ്ട്. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത അവസാനത്തെ ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. ഇപ്പം ജസ്റ്റ് പേര് മാത്രം പഠിച്ചു നോക്കുക. ദാറ്റ് ഈസ് PYR ടെസ്റ്റ് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഗ്രൂപ്പിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലാൻഡ്ഫീൽഡ് ടെക്നിക്സ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഗ്രൂപ്പിംഗ് ചെയ്യാവുന്നതാണ്. സിറോളജിക്കൽ ടെസ്റ്റ് നോക്കുന്ന സമയത്ത് നമുക്കറിയാം മെയിൻ ആയിട്ട് എന്താണ് ASO, ആന്റി സ്ട്രപ്റ്റോലൈസിൻ O ഉണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു ASOന്റെ സിഗ്നിഫിക്കന്റ് ടൈറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 200 IU/ml ആണ് അല്ലെ. ഇപ്പൊ നമ്മൾ ASO ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് അതിന്റെ റേഷ്യോ ദാറ്റ് ഈസ് 1:200 എബോവ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഓഫ് സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ എന്നുള്ള രീതി പറയാം. ഇനി അതല്ല, ഇതിന്റെ മെയിൻ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അസിംപ്റ്റമാറ്റിക് കാരിയേഴ്സിനെ ഡിറ്റക്ഷൻ ചെയ്യാൻ പറ്റും ഈ ഒരു ASO ടെസ്റ്റ് വെച്ചിട്ട്. ഇപ്പൊ നമ്മൾ ASO നോക്കുന്ന സമയത്ത് അതിന്റെ ടൈറ്റർ എബോവ് 286 ഒക്കെയാണ് വരുന്നതെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, ഈ പേഷ്യന്റിന് റൊമാറ്റിക് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ റൊമാറ്റിക് ആക്ടിവിറ്റി ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണെന്ന് നമുക്ക് പറയാം. ഈ ASO മാത്രമല്ല നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്, ASO കൂടാണ്ട് നമുക്ക് anti-DNSBയും ചെയ്യാം, പിന്നെ ആന്റി ഹൈലുറോണിഡേസ് ഒക്കെ ചെയ്യാം. ഇതൊക്കെ മെയിൻ ആയിട്ട് ചെയ്യുന്നത് സ്കിൻ ഇൻഫെക്ഷൻ സസ്പെക്ട് ചെയ്യുന്ന കേസിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. സ്കിൻ ഇൻഫെക്ഷൻ സസ്പെക്ട് ചെയ്യുന്ന കേസിൽ ASOനെക്കാട്ടും എന്തുകൊണ്ട് നല്ലത് ആന്റി-DNSB ആണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നമുക്ക് ഇതിൻ്റെ അകത്ത് ആന്റി-DNSB ചെയ്യാം, ആന്റി ഹൈലുറോണിഡേസ് ടെസ്റ്റ് ചെയ്യാം, ദെൻ ആന്റി സ്ട്രെപ്റ്റോകൈനേസ് ആൻഡ് ആന്റി M ടൈപ്പ് സ്പെസിഫിക് ആന്റിബോഡീസ് ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ അത് കൂടാണ്ട് നമുക്ക് സ്ട്രെപ്റ്റോസൈം ടെസ്റ്റും വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് കൂടാണ്ട് നമ്മൾ നോർമലി ജനറൽ ചെയ്യുന്ന സിറോളജിക്കൽ ടെസ്റ്റിൻ്റെ അകത്ത് വരുന്നതാണ് ELISA വരും, ദെൻ ഇമ്മ്യൂണോഫ്ലോറസൻ ടെസ്റ്റ് വരും, ദെൻ കോംപ്ലിമെന്റ് ഫിക്സേഷൻ ടെസ്റ്റും വരുന്നുണ്ട്. ടെസ്റ്റും ഇൻജക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലെക്സർ ആസ്പെക്ട്സ് ഓഫ് ഫോറാമിലേക്കും ചെയ്യുന്നുണ്ടാവാം. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്കിൻ ടെസ്റ്റിന്റെ പേരാണ് ഡിക് ടെസ്റ്റ് എന്നാണ് ചെയ്യുന്നത്. ഇത് പണ്ട് കാലത്ത് യൂസ് ചെയ്തായിരുന്നു, ഇപ്പം ഇത് നോർമലി യൂസ് ചെയ്യുന്നില്ല. ഓക്കെ. ഇവിടെ നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേഷ്യൻസിന് എത്രത്തോളം ഈ സ്കാർലറ്റ് ഫീവർ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്, അല്ലെങ്കിൽ സസെപ്റ്റബിലിറ്റി ടു പേഷ്യൻസ് വിത്ത് സ്കാർലറ്റ് ഫീവർ എന്നാണ് നോക്കുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് 0.2 ml എറിത്രോജനിക് ടോക്സിൻ നമ്മൾ ഇൻട്രാഡെർമലി ഇൻജക്ട് ചെയ്യും ഫോർ ദ ഫ്ലെക്സർ ആസ്പെക്ട്സ് ഓഫ് ഫോറാമിലേക്ക്. ദെൻ സെയിം എമൗണ്ട് ഓഫ് ഹീറ്റ് ഇനാക്ടിവേറ്റഡ് ആയിട്ടുള്ള ടോക്സിൻ നമ്മൾ അതർ ഫോറാമിലേക്ക് ഇൻജക്ട് ചെയ്യും, ആക്ട് ആസ് എ കൺട്രോൾ എന്നുള്ള രീതിയിൽ. ദെൻ വിത്തിൻ 6 hours നമുക്ക് അവിടെ എന്ത് കാണാൻ പറ്റും, ടെസ്റ്റ് ഏരിയയിൽ ഒരു റെഡ് റാഷ് അപ്പിയർ ചെയ്യും. ഇതിന്റെ സൈസ് മാക്സിമം 24 hour ആകുമ്പോൾ ഇതിന്റെ സൈസ് മാക്സിമം ആവും. അതിനുശേഷം ഇതിന്റെ സൈസ് പതുക്കെ ഫേഡ് ചെയ്ത് പോകും. ഓക്കെ. അതേസമയത്ത് കൺട്രോൾ ആയിട്ടുള്ള ഏരിയയിൽ ഒരു റിയാക്ഷൻസും ഉണ്ടാവത്തില്ല. ഒരു പോസിറ്റീവ് റിയാക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റാഷസ് വന്നിട്ടുണ്ടെങ്കിൽ നോ ഇമ്മ്യൂണിറ്റി ടു സ്കാർലറ്റ് ഫീവർ എന്നാണ് പറയുന്നത്. അതേസമയത്ത് ഒരു നെഗറ്റീവ് റിയാക്ഷൻ ആണെങ്കിൽ ഇമ്മ്യൂണിറ്റി ടു സ്കാർലറ്റ് ഫീവർ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഓക്കെ. ദെൻ ഷോൾട്ട്-സാൾട്ടോൺ റിയാക്ഷൻ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇറ്റ് ഇസ് ആൻ പണ്ട് യൂസ് ചെയ്ത സംഭവമാണ്, ഇപ്പൊ ഇത് യൂസ് ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ആൻ നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എരിത്രോജൻ ആന്റിടോക്സിൻ നമ്മൾ എന്ത് ചെയ്യും, ഇൻട്രാഡെർമലി നമ്മൾ ഇൻജക്ട് ചെയ്തിരിക്കും. അത് പേഷ്യന്റ് വിത്ത് സ്കാർലറ്റ് റാഷസ് ഉള്ള പേഷ്യന്റ് ആണ് ഇൻജക്ട് ചെയ്യുക. ആ സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സ്കാർലറ്റ് റാഷ് എന്താ സംഭവിക്കുന്നത്, ആ റാഷിന്റെ മൂലമാണ് നമ്മൾ ഇത് ഇൻജക്ട് ചെയ്യുന്നത്. ആ ഇൻജക്ട് ചെയ്ത ആ ഒരു റാഷ് ഒരു ബ്ലാൻസിങ് ഓഫ് റാഷസ് ആണ് സംഭവിക്കുന്നത്. അതായത് എന്ത് ചെയ്യുന്നത്, പതുക്കെ അല്ലെങ്കിൽ ഒരു പേൽ കളറിലേക്ക് മാറാണ് ചെയ്യുന്നത്. ഇതും ഇപ്പം നോർമലി ചെയ്യുന്നില്ല, പണ്ട് കാലത്ത് ചെയ്തിരുന്ന ടെസ്റ്റ് ആണ്. നെക്സ്റ്റ് വൺ ഇസ് ദ ടൈപ്പിംഗ് ഓഫ് ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കയാണ്. ഇത് മെയിൻ ആയിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഹൈഫൈ അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ലാബിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പ്രിസിപ്പിറ്റേഷൻ ആൻഡ് അഗ്ലൂട്ടിനേഷന്റെ ടെക്നിക്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇതിനെ M ടൈപ്പിങ്ങും T ടൈപ്പിങ്ങും ഒക്കെ ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചില സ്ഥലത്ത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് സിറം ഒപ്പേസിറ്റി ഫാക്ടർ, ഈ സിറം ഒപ്പേസിറ്റി ഫാക്ടറിന്റെ ബേസിലും ടൈപ്പിംഗ് ചെയ്യാറുണ്ട്. ഞാൻ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ആണ് മെയിൻ ആയിട്ട് കൊടുക്കുന്നത്. പെൻസിലിൻ തന്നെയാണ്, രണ്ട് പെൻസിലിൻ ഉണ്ട്, പെൻസിലിൻ G, പെൻസിലിൻ V. ഓക്കെ. ഇവിടെ നമ്മൾ കൊടുക്കുന്നത് പെൻസിലിൻ ആണ്. അത് അബൌട്ട് 90% കേസും സക്സസ്ഫുൾ ആണ്. ഇനി അതേ സമയത്ത് പെൻസിലിൻ എന്തെങ്കിലും അലർജിക് ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും, ഡ്രഗ് ഓഫ് ചോയ്സ് ആയിട്ട് സെക്കൻഡ് ചോയ്സ് എന്നുള്ള രീതിയിൽ എരിത്രോമൈസിനും കൂടി കൊടുക്കും. ഓക്കെ. ഒരിക്കലും നമ്മൾ ടെട്രാസൈക്ലിൻ സൾഫർ ഡ്രഗ്സ് ഒന്നും കൊടുക്കാറില്ല, കാരണം ഇതിന് അഗേൻസ്റ്റ് ആയിട്ട് ഈ ബാക്ടീരിയ ഒക്കെ പെട്ടെന്ന് തന്നെ എന്ത് സംഭവിക്കും, എമർജൻസി ഓഫ് ഡ്രഗ് റെസിസ്റ്റൻസ് ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ആ ഒരു ടൈപ്പ് ഓഫ് ഡ്രഗ്സ് ഒന്നും നമ്മൾ കൊടുക്കാറില്ല. ഇത്രയാണ് ഇതിന്റെ ട്രീറ്റ്മെന്റിൽ വരുന്നത്.